അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ലീഡ് 1526. ബിജെപിക്ക് കോഴിക്കോട് സൗത്തിലെ ലീഡ് പോയി. കോഴിക്കോട് സൗത്തിലെ ലീഡ് ബിജെപിക്ക് പോയിരിക്കുകയാണ്. നേമവും പാലക്കാടുമാണ് ഇപ്പോൾ ബിജെപി മുന്നിൽ. കോഴിക്കോട് സൗത്തിൽ രണ്ടാമതായി. പിണറായി പിന്നിൽ ഞെട്ടിക്കുന്നു. മൂന്നാം റൗണ്ടിലും ക്യാപ്റ്റനെ പിന്നിലാക്കുന്നു യുവ നേതാവ്. 15 റൗണ്ടാണ്. അതിൽ മൂന്നാം റൗണ്ടിൽ പിണറായി മൂന്നാം റൗണ്ടിൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയത് പിണറായി വിജയനാണ്. പക്ഷേ ഇപ്പോഴും ലീഡ് 2077 ആണ്. ലീഡ് കുറഞ്ഞിട്ടുണ്ട്. 2077 വോട്ടുകളുടെ ലീഡ് VP അബ്ദുൾ റഷീദ്. 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 2077 ലീഡ് ഉയർത്തിയിരിക്കുന്നു. മൂന്നാം റൗണ്ട് എണ്ണുമ്പോഴും ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ. തോൽവിക്ക് സമാനം എന്ന് പറയാം. ബേപ്പൂരിൽ റിയാസിന്റെ ലീഡ് കുറയുന്നു എന്നൊരു കണക്കൂടി പുറത്തു വന്നിട്ടുണ്ട്. ബേപ്പൂരിൽ റിയാസിന്റെ ലീഡ് കുറയുന്നു എന്ന കണക്കൂടി വരുന്നുണ്ട്. മറ്റൊന്ന് ആലപ്പുഴയുടെ അത്ഭുതം. 2909 വോട്ടിലേക്ക് AD തോമസിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. ആലപ്പുഴയിൽ വർദ്ധിച്ചു. ആലപ്പുഴയിൽ 2909 വോട്ടിലേക്ക് AD തോമസ്. അനൂപ് ജേക്കബ് 2000-ലധികം വോട്ടുകൾക്ക് പിറവം മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പിറവം കുത്തക മണ്ഡലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പിറവത്ത് ഇത്തവണയും മാറ്റമൊന്നുമില്ല. ഗുരുവായൂരിൽ ഇടതുമുന്നണിയുടെയാണ്. മാത്യു കുഴൽനാടൻ ഇപ്പോൾ N അരുണിനെതിരെ, അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, മൂവാറ്റുപുഴയിൽ N അരുണായിരുന്നു. പക്ഷേ വലിയ മെജോറിറ്റിയിലേക്ക് മാത്യു കുഴൽനാടൻ പോകുന്നു. അതൊരു പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് മാത്യു കുഴൽനാടൻ, നിയമസഭയിലടക്കം എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ നേതാവിനെ ഒരിക്കൽ കൂടി അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു എന്നതാണ്. റാന്നിയിൽ പ്രമോദ് നാരായണൻ ലീഡ് തിരിച്ചുപിടിക്കുന്നു. റാന്നിയിൽ 317 വോട്ടുകൾക്ക് പ്രമോദ് നാരായണൻ മുന്നിലാണ്. പഴകുളം മധു അവിടെ പുറകോട്ട് പോയേക്കുന്നു. VP അബ്ദുൾ റഷീദിന്റെ ലീഡ് 2523 ആയിരിക്കുന്നു. അതായത് മൂന്നാം റൗണ്ടിൽ 17,647 വോട്ടാണ് അബ്ദുൾ റഷീദ് നേടിയത്. അതേസമയം പിണറായി വിജയൻ നേടിയത് 15,570 വോട്ട് മാത്രം. അത് 3 റൗണ്ട് പിന്നിട്ടപ്പോൾ 3 റൗണ്ട് പിന്നിട്ടു. മൊത്തം 15 റൗണ്ടാണ്. 3 റൗണ്ട് പിന്നിട്ടപ്പോൾ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലാണ്. ക്യാപ്റ്റനെ ക്ലീൻ ബൗൾഡ് ആക്കുമോ അബ്ദുൾ റഷീദ് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് അടുത്ത റൗണ്ടുകൾ കഴിയുമ്പോൾ മനസ്സിലാകും. ഏതായാലും ഇനി 12 റൗണ്ടുകൾ എണ്ണാനുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ പിണറായിയുടെ ചുവപ്പ് വോട്ടുകളാണ്. അതൊക്കെ തകർക്കാൻ അബ്ദുൾ റഷീദ് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായും അവിടെയാണ് അതേ പിണറായിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വലിയ തോതിൽ മർദ്ദനം അഴിച്ചുവിട്ട AD തോമസിന്റെ മുന്നേറ്റം. എത്ര വോട്ടുകൾക്കാണോ പിണറായി പിന്നിൽ നിൽക്കുന്നത് അത്രയും വോട്ടുകൾക്ക് AD തോമസ് പിന്നിലാണ്. പ്രതീക്ഷിച്ച മണ്ഡലമാണ് ആലപ്പുഴയിൽ. ഇത്തവണ UDF തോമസിലൂടെ തിരിച്ചു പിടിക്കുമെന്ന് അത് തന്നെ സംഭവിക്കുകയാണ്. AD തോമസ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായാലും ആലപ്പുഴയിലും കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് എന്തായാലും ഒരു 7 സീറ്റുകളോ 8 സീറ്റുകളോ വരെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. UDF ആ രീതിയിലുള്ള മുന്നേറ്റം ആലപ്പുഴ ജില്ലയിലും. അബ്ദുൾ റഷീദിന്റെ ലീഡിൽ നേരിയ കുറവ് സംഭവിക്കുന്നുണ്ട്. 2077 എന്ന നിലയിലേക്ക് ഇപ്പോൾ ആ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 3 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയും CPM-ന്റെ മുഖ്യമന്ത്രിയെയും വിറപ്പിച്ച യുവതുർക്കിയായി അബ്ദുൾ റഷീദ് അറിയപ്പെടും. ഭാവി രാഷ്ട്രീയത്തിൽ സംശയമില്ല. വളരെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടും. വളരെ വ്യക്തമായ പ്രചരണ തന്ത്രങ്ങളിലൂടെ പിണറായി വിജയനെ 3 റൗണ്ടിൽ വിറപ്പിച്ച ചുടക്കുട്ടിയായി UDF-ന്റെ കോൺഗ്രസിന്റെ മുന്നിൽ അബ്ദുൾ റഷീദ് അങ്ങനെ തലയുയർത്തി നിൽക്കുമെന്നേ. തോറ്റാനും സാരമില്ല. പിണറായിയെ 3 റൗണ്ട് വിറപ്പിച്ചില്ലേ. തൃശൂരിൽ രാജൻ പല്ലൻ 5-ാം റൗണ്ടിലും ലീഡ് നിലനിർത്തുന്നു. 4157. മാനന്തവാടിയിൽ OR കേളു ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 3150 വോട്ടിന് മുന്നിൽ ഒരു മന്ത്രി ലീഡ് ചെയ്യുന്നു. OR കേളു ലീഡ് ചെയ്യുകയാണ്. നേരത്തെ പിന്നിലായിരുന്നു. ധർമ്മടത്ത് 2077 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ നിൽക്കുന്നു. അതേസമയം VD സതീശൻ പിന്നിൽ നിന്നിരുന്ന VD സതീശൻ മുന്നിലേക്ക് എത്തുന്നു എന്നതാണ്. ചേലക്കരയിൽ UR പ്രദീപ് 8469 വോട്ടിന് ആ മണ്ഡലം നിലനിർത്തുന്നു എന്നത് ഉറപ്പിക്കുകയാണ് പ്രദീപ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തവനൂരിൽ VS ജോയിയാണ് മുന്നിൽ നിൽക്കുന്നത്. ബേപ്പൂരിൽ PM മുഹമ്മദ് റിയാസാണ് മുന്നിൽ നിൽക്കുന്നത്. 2554 വോട്ടുകൾക്കാണ് മുഹമ്മദ് റിയാസ് മറ്റൊരു മന്ത്രി. അതേസമയം KA തുളസി കോങ്ങാട് മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരത്ത് സുധീർ ഷാ ആണ് മുന്നോട്ട് നിൽക്കുന്നത്. 4148 വോട്ടുകളാണ് തുളസിയുടെ മേൽക്കൈ ഈ ഘട്ടത്തിൽ എന്നതാണ്. ആലത്തൂരിൽ എല്ലാ ജില്ലകളിലും വ്യക്തമായ ആധിപത്യവും മേധാവിത്വവും UDF സ്ഥാനാർത്ഥികൾ നേടുന്നു. അവിടെ ചെറിയ ഭൂരിപക്ഷമല്ല, വൻ ഭൂരിപക്ഷത്തിലേക്ക് UDF സ്ഥാനാർത്ഥികളൊക്കെ കുതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാവേലിക്കരയിൽ MS അരുൺകുമാറിന് കേവലം 84 വോട്ടുകളുടെ മേൽക്കൈ മാത്രമാണ്. മുഹമ്മദ് റിയാസ് 2500
1754 മാത്രം ലീഡാണ് ഇപ്പോൾ ഉള്ളത്. ശശീന്ദ്രൻ പിന്നിലാണ് 1755 വോട്ടുകൾക്ക്. ബൽറാം കെ ലീഡ് കെ ശൈലജയ്ക്ക് തുടരുന്നു. കേവലം 23 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടാം റൗണ്ടിലും ബൽറാം 1279 വോട്ടിന്റെ തൃത്താലയിൽ ബൽറാം മുന്നിലാണ്. ആദ്യം മുതൽ ആ ലീഡ് നില ബൽറാം തുടരുന്നു. കെ കെ ശശീന്ദ്രൻ എലത്തൂരിൽ 1700-ലധികം വോട്ടുകൾക്കായി ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നു. പിന്നിൽ പോയിരിക്കുന്നു. ജിയാറാണിൽ ഒഴിച്ച് ഏതാണ്ട് എല്ലാ മന്ത്രിമാരും പിന്നിലാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഒരേ ഒരു മന്ത്രി മാത്രമാണ് പരാജയപ്പെട്ടതെങ്കിൽ രഞ്ജിത്ത് NDA 4 എന്നുള്ളത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുക. പാലക്കാടും തിരുവല്ലയും നേമവുമാണല്ലോ ഈ മൂന്നെണ്ണം അല്ലേ? കോഴിക്കോട് സൗത്ത് ഇല്ല. പാലക്കാട്, തിരുവല്ല, നേമം 3 മണ്ഡലങ്ങളാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. പാലക്കാട്, തിരുവല്ല, നേമം എന്നീ 3 മണ്ഡലങ്ങൾ. തിരുവല്ലയിൽ 37 വോട്ടുകൾക്കാണ് അനൂപ് ആന്റണി ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 1207 വോട്ടുകൾക്ക്, ശോഭ 2145. ശരിയാണല്ലോ? ശരിയാണ്. വളരെ നേരിയ ഭൂരിപക്ഷമാണ് തിരുവല്ലയിലുള്ളത്. അത് ഒരുപക്ഷെ മറികടന്നേക്കാം. പക്ഷെ അവിടെ ശക്തമായ ത്രികോണ പോരാട്ടം കാഴ്ചവെക്കാൻ അനൂപ് ആന്റണിക്ക് കഴിഞ്ഞു. നരേന്ദ്രമോദി അടുത്തു പിടിച്ചിരുത്തി തന്നോടൊപ്പം 5 വർഷം ജോലി ചെയ്ത ആളാണ് എന്ന് പറഞ്ഞതിന് അവിടെ ഫലമുണ്ടാകുന്നു. അവിടുത്തെ പ്രബലരായ 2 സ്ഥാനാർത്ഥികൾക്ക് ഒപ്പമെത്താൻ അനൂപ് ആന്റണിക്ക് സാധിക്കുന്നു എന്നുള്ളത് തിരുവല്ലയെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് സംശയമില്ല. 3 സീറ്റുകളിൽ ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ മുന്നിലേക്ക് എത്തുന്നു എന്നതാണ്. 974 വോട്ടിന് രാഷ്ട്രീയ കേരളത്തെ CPM-നെ ഇളക്കിമറിച്ച തളിപ്പറമ്പ്. വലിയ വിവാദങ്ങളുണ്ടായ തളിപ്പറമ്പിൽ ഇതാ ടി.കെ. ഗോവിന്ദൻ ഒരു ഘട്ടത്തിലെങ്കിലും മുന്നിൽ വരുന്നു. 974 വോട്ടുകൾക്ക് തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ, ഏറെ വിവാദങ്ങളുണ്ടായ ചർച്ച ചെയ്യപ്പെട്ട പി.കെ. ശ്യാമളയെ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നിലാക്കുന്നുണ്ട് ടി.കെ. ഗോവിന്ദൻ. പേരാവൂരിൽ കെ ശൈലജയുടെ ലീഡ് ഉയരുന്നു. അഭിലാഷ്, പേരാവൂരിൽ കെ ശൈലജയുടെ ലീഡ് ഉയരുന്നു. അതിപ്പോ 447 ആയി. തളിപ്പറമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ടി.കെ. ഗോവിന്ദൻ അവിടെ വീശിയടിക്കുമോ? ഗോവിന്ദൻ കാറ്റ് വീശിയടിക്കുമോ? ടി.കെ. ശ്യാമള CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ പരാജയപ്പെടുമോ? ഇപ്പോൾ 973 വോട്ടുകളുടെ ലീഡ് അവിടെയുണ്ട്. കായംകുളത്ത് UDF-കാർ ആഘോഷം തുടങ്ങി. ടൗണിൽ ലഡു വിതരണം ചെയ്യുന്നു. റൗണ്ട് പിന്നിട്ടിരിക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ ലീഡ് ഉയർത്തുന്നു. 6805 വോട്ടിന്റെ ലീഡ് ചവറയിൽ ഷിബു ബേബി ജോൺ നേടുന്നു. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് 2 റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ 9652 വോട്ട് ലീഡ് എടുത്തിരിക്കുകയാണ്. ഇരവിപുരത്ത് വിഷ്ണുമോഹൻ തന്നെയാണ് രണ്ടാം കുന്നത്തുനാട് 2020 കൂടി സ്വാധീനമുള്ള കുന്നത്തുനാട് ഇത്തവണ UDF തിരിച്ചുപിടിക്കുന്നു. VP സജീന്ദ്രനിലൂടെ 4000-ലധികം 4127 വോട്ടുകൾക്ക് VP സജീന്ദ്രൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഭൂരിപക്ഷം 6000. ചടയമംഗലം UDF മുന്നിൽ. ചിഞ്ചുറാണി മന്ത്രി പിന്നിൽ 1520 വോട്ടുകൾക്ക് ചടയമംഗലത്ത് UDF ലീഡ്. പൂഞ്ഞാറിൽ ഇപ്പോഴും LDF തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. VT സൂരജ് ഭൂരിപക്ഷം ഉയർത്തി 3934. ബാലുശ്ശേരിയിൽ VT സൂരജ് ഭൂരിപക്ഷം ഉയർത്തി UDF-ന്റെ 3934. തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദന്റെ ഭൂരിപക്ഷം 1000 കടന്നു. തളിപ്പറമ്പിൽ വലിയ മത്സരം, അവിടെ വലിയ മത്സരം കാഴ്ചവെച്ചിരിക്കുന്നു. ടി.കെ. ഗോവിന്ദന്റെ ഭൂരിപക്ഷം 1000 കടന്നിരിക്കുന്നു. പി.കെ. ശ്യാമള അതുപോലെ എടുത്തു പറയേണ്ട മണ്ഡലമാണ് ഉദുമ. UDF തരംഗത്തിൽ LDF-ന് നഷ്ടപ്പെടുകയാണ്. 7216 വോട്ടിന്റെ ലീഡായി K. നീലകണ്ഠന്. ഉദുമ അങ്ങനെ UDF പിടിച്ചെടുക്കാൻ പോവുകയാണ് LDF-ന്റെ കയ്യിൽ. തളിപ്പറമ്പുമാണ് ഒരു പക്ഷേ CPIM കേന്ദ്രങ്ങൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന പോരാട്ടം. ബിജെപിയുടെ ലീഡ് നഷ്ടപ്പെട്ടു. രമേശ് പിഷാരടി 5000-ൽ വോട്ടുകൾക്ക് മുന്നിൽ. 4955 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് 4955 വോട്ടുകൾക്ക് രമേശ് പിഷാരടി മുന്നിട്ട് നിൽക്കുന്നു. പൊന്നാനിയിൽ KP നൗഷാദ് അലിയാണ് വ്യക്തമായ മേൽക്കൈ നേടുന്നത്. തിരുവനന്തപുരത്ത് 3 റൗണ്ട് പിന്നിടുമ്പോൾ CP ജോൺ 1837 വോട്ടിന്റെ ലീഡ്. അവിടെ കുറെ നേരമായി CP ജോൺ ലീഡ് ചെയ്യുകയാണ്. ആദ്യം മുതൽ CP ജോൺ എന്നതിന്റെ സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് 4 റൗണ്ട് അവിടെ എണ്ണി തീർന്നിരിക്കുന്നു. 4795 വോട്ടിന് ഗുരുവായൂരിൽ NK അക്ബറിന് നേരിയ ഭൂരിപക്ഷം മാത്രമാണ്. കേവലം 230 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. പക്ഷേ ഒല്ലൂരിൽ K. രാജൻ CPI-യുടെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്നു. 5800 വോട്ട്. നാട്ടകം സുരേഷിന്റെ ഭൂരിപക്ഷം 10000-മായി. വിജയം ഉറപ്പിച്ചു നാട്ടകം സുരേഷ്.
അവിടെ മന്ത്രി പരാജയപ്പെടുന്നു. നാട്ടക സുരേഷിന്റെ ഭൂരിപക്ഷം 10,000-ആയി. വലിയ തോതിൽ അവിടെ പരാജയപ്പെടുന്നു. ശോഭാ സുരേന്ദ്രൻ വീണ്ടും മുന്നിൽ, 737 വോട്ടുകൾക്ക് ശോഭാ സുരേന്ദ്രൻ മുന്നിൽ. വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ പാലക്കാട്. സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. ടി സിദ്ദിഖ് 10,000 കടന്നു. പി കെ നവാസ് 6,300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പി കെ നവാസ് 6,300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോ സി കെ രവീന്ദ്രനാഥ് മണലൂരിൽ മുന്നിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 5,000-ന് മുകളിലായി. ധർമ്മടത്ത് വി പി അബ്ദുൾ റഷീദ് ഇപ്പോഴും പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുന്നു. 2,000-ലധികം വോട്ടിന്റെ മേൽക്കൈയോട് കൂടിയാണ്. അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. 737 സതീശൻ പിന്നിലാണ്. പിന്നിലല്ല, മുന്നിൽ എത്തിയിരിക്കുകയാണ്. 995 വോട്ടുകൾക്ക് മുന്നിൽ ടൈസൺ മാഷെ പിന്നിലാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.